ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അച്ഛനോട് പറഞ്ഞ് ഞാൻ ബിരിയാണി കിറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. പക്ഷേ നമ്മൾ നോർമലി സാധാരണ ഉണ്ടാക്കണ പോലെ ബിരിയാണി കിറ്റ് വെച്ച് ബിരിയാണി ഉണ്ടാക്കുന്നതിലൊരു ത്രില്ലില്ലല്ലോ. നമുക്ക് ത്രില്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്തൊരു പുതിയ ഐറ്റം ചെയ്യാൻ പോവാം. പനീർ ദം ബിരിയാണി. ഫസ്റ്റ് ടൈമാണ് ഞാനും ട്രൈ ചെയ്യണം. എന്താവും എങ്ങനെയാവുമെന്നൊന്നും എനിക്കും അറിയാൻ പാടില്ല. നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. കമാൺ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ബിരിയാണി കിറ്റാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അരി വേവിക്കണം. നമ്മൾ വേറൊന്നും സാധാരണ നമ്മൾ ബിരിയാണി കിറ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം വഴറ്റി ചേർത്തിട്ടാണ് അരി വേവിക്കാനുള്ളത് ഇടുക. ഇതങ്ങനെയല്ല, നമ്മൾ ആദ്യം അരി വേവിക്കണം. അരി വേവിച്ചിട്ട് വേണം നമുക്കതിലോട്ട് ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം നമുക്ക് അരി നന്നായിട്ട് കഴുകി അരി വേവിക്കാൻ വയ്ക്കാം. നമ്മൾ അരി നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഒരു 3-4 വട്ടം നന്നായിട്ട് കഴുകിയിട്ടുള്ള അരിയാണ്. ഇനി നമുക്കിത് വേവിക്കാം. നമ്മളിപ്പോൾ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി അത് അവിടെ ഇരുന്ന് ആവട്ടെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇത് ചെയ്യണ കഴിഞ്ഞ് അത് വെച്ച ഉടനെ തന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനീർ മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് വെക്കണം. നമുക്ക് പനീർ എടുത്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തേക്കണം പനീർ എന്ന് പറഞ്ഞാൽ മിൽമയുടെ പനീറാണ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കട്ട് ചെയ്യും. ഇപ്പോൾ ഒത്തിരി നേരം ഒന്ന് പുറത്ത് വയ്ക്കുമ്പോഴത്തേക്ക് അതൊന്ന് ഓക്കെ ആവും. എന്നിട്ട് നമുക്കതെടുത്ത് മാരിനേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ചോറിലോട്ട് ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പൂ പോലത്തുള്ള സാധനങ്ങൾ കിറ്റിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പം നമുക്കത് റൈസിൻ്റെ കൂടെ തന്നെ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ ചെറിയ ക്യൂബാക്കിയതാണ് കേട്ടോ. ഇത് ചെറിയ ചെറിയ ക്യൂബാക്കി വെച്ചേക്കണതാണ്. കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വലിയ പനീറായിരുന്നു, അത് കാരണം നമ്മൾ കട്ട് ചെയ്തൊരു ചെറിയ മീഡിയം സൈസിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള പരിപാടി ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഉപ്പ് അതും ചേർത്തിട്ട് നമുക്കൊന്ന് പുരട്ടി കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ്സ് വെച്ചാൽ അത്രയും നല്ലത്. നമ്മുടെ ടൈം അനുസരിച്ച് 30 മിനിറ്റ്സ് വെച്ചത് ശരിക്കും പനീറിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പം ഒരു 30 മിനിറ്റ്സ് ഇത് വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അരിയും കറക്റ്റായിട്ടാവും. അപ്പോൾ നമുക്ക് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം. നമ്മുടെ ചോറ് അത്യാവശ്യം ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യും പിന്നെ നമുക്ക് ആ ബിരിയാണി കിറ്റിൻ്റെ കൂടെ കിട്ടുന്ന ഒരു എസൻസ് ഉണ്ട്, ആ എസൻസും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചോറ് ഒട്ടില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഇനി ഉപയോഗിക്കുന്നുള്ളൂ. ലാസ്റ്റ് നമുക്ക് ചോറുമായിട്ട് ഇത് മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമുക്കത് അങ്ങനെ ചെയ്തിട്ട് റൈസ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ ഈ ഒരു നെയ്യാണ് ആഡ് ചെയ്യണം. നമുക്ക് അതിൻ്റെ ആ ബിരിയാണി കിറ്റിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. ആ നെയ്യ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നെയ്യ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഭയങ്കരമായിട്ട് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അരി. അപ്പോൾ ആ അരി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ആഡ് ചെയ്യണം. പിന്നെ ഒരു നെയ്യിൻ്റേതായ ഒരു ഫ്ലേവറും കിട്ടും. പിന്നെ ഇതാണ് നമ്മുടെ എസൻസ് വരുന്നത്. എസൻസും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കാം. നല്ല സ്മെല്ല്, ആ എസൻസിന് നല്ല മണം. ഓക്കെ, അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിപ്പോൾ എന്തായാലും അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റൈസ് നല്ല സെറ്റായിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഇനി നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസ് ഫുള്ള് റെഡിയായി നമ്മുടെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ പനീർ മാരിനേറ്റ് ചെയ്ത് വെച്ചത് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ നമ്മുടെ അരിയിൽ തന്നെ കിട്ടിയ നമ്മുടെ വനസ്പതിയുടെ ഇതുണ്ട്, അതും ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിലോട്ട് സെറ്റ് ചെയ്യാൻ വേണം. നമ്മൾ ആദ്യം തന്നെ പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിൽ വെള്ളം ഉള്ളതുകൊണ്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇനിയിപ്പം ഇതിലോട്ട് നമുക്ക് ആദ്യം തന്നെ വനസ്പതി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വനസ്പതിയും ബട്ടറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റാം. ഓക്കെ ഗൈസ്, ഇതൊന്ന് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ കടായിലോട്ട് തന്നെ നമുക്ക് സവാള കുറച്ച് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നമ്മളൊരു 2 വലിയ സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ് കേട്ടോ. അതും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. സവാള അത്യാവശ്യം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന തക്കാളിയാണ്. തക്കാളി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ആഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും, നല്ല എരിവുള്ളൊരു പച്ചമുളകും കൂടി ചേർത്ത് അരച്ചെടുത്തേക്കണത്. ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത പൊടികളൊക്കെ തന്നെ, അതായത് ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഇതൊക്കെ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലോട്ട് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടല്ല, കുറച്ച് തൈര് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലോട്ട് പനീർ, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നമുക്ക്. ഇനി കുറച്ച് നേരം ഇതിങ്ങനെ ഒന്ന് വിടുക. അതിനെ സിമ്മിൽ തന്നെ, അത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിടുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബിരിയാണി അരി ഇതിലോട്ട് ആഡ് ചെയ്യാം. നമ്മളതിനെ റെസ്റ്റ് ചെയ്യാൻ വിടുന്ന സമയത്ത് നമുക്ക് വേറൊരു കടായി വെച്ചിട്ട് അതിലോട്ട് ഗീയോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ വെച്ച എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കാഷ്യൂ നട്ടും കിസ്മിസും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്ടും ഇതും വറുത്തതിന് ശേഷം അതേ കടായിലോട്ട് നമുക്ക് കുറച്ച് സവാളയും കൂടി ഇട്ടിട്ട്, നമ്മൾ നേരത്തെ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച സവാളയാണത്, അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അതാവണേ ഉള്ളൂ. ഇവിടെ നമ്മുടെ കറി അത്യാവശ്യം നല്ല രീതിയിൽ, കറിയല്ല നമ്മുടെ പനീർ അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി നമ്മൾ റെഡിയാക്കി വെച്ച റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ റൈസ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കറി അതിൻ്റെ അടിയിലുണ്ട്, പനീറൊക്കെ അതിൻ്റെ അടിയിലുണ്ട്. നമ്മൾ മിക്സ് ചെയ്യുന്നില്ല, ദമ്മായതുകൊണ്ട് നമ്മളത് കറക്റ്റായിട്ട് മുകളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പൊക്കത്തേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസും ആഡ് ചെയ്യാം. ഓക്കെ, കാഷ്യൂനട്ടും കിസ്മിസും നമ്മളങ്ങനെ അധികം കഴിക്കാത്തത് കൊണ്ട് നമ്മൾ അധികം ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പൊക്കത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പുതിന ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിന ആഡ് ചെയ്യാം കേട്ടോ, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ മല്ലിയില മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ അടച്ചു വയ്ക്കാം. ഇതിനി കഴിക്കാൻ നേരത്തെ തുറക്കാവുള്ളൂ, അതുവരെ തുറക്കരുത്. നമുക്ക് മറ്റേ സിൽവർ ഫോയിൽ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് അടച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി പക്കയായിട്ടിരുന്നോളും. ഇതിപ്പം നമ്മളിങ്ങനെയാണ് ചെയ്യണേ. അപ്പോൾ ഇനി ഇത് തുറക്കരുത്, ഇനി നമുക്ക് കഴിക്കാറാകുമ്പോൾ തുറക്കാം. അപ്പോൾ നമുക്ക് എന്തായിരുന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി അവിടെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനി നമുക്ക് ഇപ്പോൾ ഉടനെ നമ്മളെടുത്ത് കഴിക്കില്ല, നമ്മൾ കഴിക്കുമ്പോൾ തുറക്കാം. കുറച്ച് നേരം ദമ്മായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അത് അങ്ങനെ വെക്കണം. അപ്പോൾ നമ്മളതവിടെ വെച്ചേക്കാണ്. നമ്മൾ കഴിക്കാൻ നേരത്ത് തുറക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താവും എങ്ങനെയാവും, എന്നിട്ട് നമുക്ക് ടേസ്റ്റൊക്കെ നോക്കാം ആ സമയത്ത്. ഇപ്പം നമ്മളത് അവിടെ അങ്ങനെ വെച്ചേക്കാം. എത്ര നേരം ദം വയ്ക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും എന്നാണ് പറഞ്ഞ് കേട്ടേക്കണേ. അപ്പം നമ്മളവിടെ വെച്ചേക്കാണ്. ഇനി അമ്മൂക്കെ വന്നിട്ട് നമുക്കൊന്ന് തുറന്നിട്ട് അവളെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കധികം ടൈമൊന്നും എടുക്കാത്തൊരു ബിരിയാണിയാണത്. നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും.
സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഇത്. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആകെ ആ മാരിനേറ്റ് ചെയ്യുന്നതിൻ്റെ ടൈമേ നമുക്ക് എക്സ്ട്രാ വേണ്ടി വരുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വേഗം വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിനി ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ സാധു പറഞ്ഞ സാധു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് ടേസ്റ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ബിരിയാണി തുറക്കാൻ പോകണം. ഇതുവരെ തുറന്നിട്ടുണ്ടായില്ല. ഇപ്പം എങ്ങനെ പോയാലും 2-2.5 മണിക്കൂർ അടഞ്ഞിരിക്കുന്ന ബിരിയാണിയാണ്. അപ്പം നല്ലോണം സെറ്റായിട്ടുണ്ടാവും. നമുക്ക് അമ്മ വരുമ്പോൾ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് തുറക്കാതാണ് ഇരുന്നത്. നമ്മൾ തുറക്കാൻ പോവാം. തുറക്കാം. കമാൺ. എങ്ങനെയുണ്ട്? ഗൈസ്, അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. ഇടയിൽ ഇതും കൂടി വന്നിട്ട് അത് മിക്സ് ചെയ്ത് അത് സെറ്റാക്കി ഒരിതിലോട്ട് ആക്കാം. ഇത് അളവ് ഇത് കൂടുതലുള്ളത് കൊണ്ട് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അയ്യോ, ഇതിൻ്റെ ഇടയിൽ രക്ഷപ്പാടൊക്കെ. ഗൈസ്, നല്ല സ്മെല്ല്. മണത്ത് നോക്കിയേ. നല്ല സ്മെല്ലുണ്ട്. അതിപ്പോൾ എല്ലായിടത്തുമായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് ആ മിക്സ് ചെയ്യണത്തിലാണ് കേട്ടോ കാര്യം. നന്നായിട്ട് മിക്സ് ചെയ്ത് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ എല്ലായിടത്തും ആക്കണം. ടേസ്റ്റ് ചെയ്യാൻ തരാം. ഓക്കെ, അപ്പം നമുക്ക് അമ്മൂനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, വേഗം തരൂ. ഇപ്പൊ കുറച്ച് മതി, ബാക്കി പിന്നെ കഴിക്കാനുള്ളൂ. ഫുള്ള് തരില്ല നിനക്ക് ഞാൻ. ഗൈസ്, ടേസ്റ്റ് ചെയ്ത് നിങ്ങൾക്കും ഉണ്ട് കേട്ടോ ഇതില്. ടേസ്റ്റ് തരോ ആൻഡ് എങ്ങനെയുണ്ടെന്ന് പറ. ഓക്കെ, അങ്ങനെ അമ്മ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. വെയിറ്റിംഗ് ആണ് എന്താണെന്ന്. ഈ മൂളലല്ലാണ്ട് എല്ലാ വീഡിയോയിലും ടേസ്റ്റ് ചെയ്യുമ്പോൾ മൂളലല്ലാണ്ട് എന്തെങ്കിലും വാതോർന്ന് പറ. കഴിച്ചിട്ട് മതി, സാവകാശം മതി. കൊള്ളാം ഗൈസ്. കൊള്ളാം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ളത് പറ. കൊള്ളാം എന്ന് പറഞ്ഞാൽ കൊള്ളാവോ? ബിരിയാണി എല്ലാം പിടിച്ചിട്ടുണ്ടോ? മസാലയും ഇതൊക്കെ പിടിച്ചിട്ടുണ്ടോ? കറക്റ്റാ, അപ്പോൾ സെറ്റാണ്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞായിരുന്നു. വീട്ടിൽ ട്രൈ ചെയ്തേ. സ്മെല്ല ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ബിരിയാണിയും വിജയകരമായിരിക്കുന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ ബിരിയാണി 1 സക്സസ് ആയിട്ടുണ്ട്. അമ്മൂന് ഇഷ്ടപ്പെട്ടു. അത് മതി. അമ്മു ആണോ ഒന്നും അങ്ങനെ നല്ലത് എന്ന് പറയാനായിട്ട് ഭയങ്കര മടിയുള്ള ഒരാൾ അമ്മു. അപ്പോൾ അമ്മൂനെ കൊടുത്ത് കഴിഞ്ഞാൽ ഓക്കെ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ തന്നെ ബിരിയാണി തിന്നിട്ട് പുകഴ്ത്തി പറഞ്ഞ ശരിയല്ലല്ലോ. എന്നാലും നന്നായിട്ടുണ്ട്. ഒരു മറ്റേ മസാല ഇതൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ട്. ആ പനീറിനാണ് ടേസ്റ്റ് നല്ല. അപ്പം ഇന്നത്തെ വീഡിയോയും കഴിഞ്ഞു. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ഈ സെയിം ടൈപ്പ് ഓഫ് ബിരിയാണി ഉണ്ടാക്കണേന് ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ തിന്നു കഴിഞ്ഞെങ്കിലും ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കാം. ഇതുപോലെ പനീർ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ കോളിഫ്ലവർ വെച്ചിട്ടും ചെയ്യാം. സെയിം ഇതിൽ തന്നെ ചെയ്യാം. അപ്പം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്ന്
ചെയ്താൽ വളരെ നല്ലതാണ്. നമുക്കിങ്ങനെ വെറൈറ്റി ഒക്കെ കഴിക്കാം. വെജുമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു അതെ ഓപ്ഷൻ ആയിരിക്കും. എന്തായാലും നമുക്ക് ഇനിയും ഇതുപോലെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം, ഷെയർ ചെയ്യാം. അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടാറ്റാ.